ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് അണിമ. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 13/10/2023 ഞാൻ ഉടമ്പടിയിൽ എനിക്ക് വസ്തു ലഭിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായി ഉടമ്പടി വെച്ചത്. ഇതിനു മുമ്പേ ഉടമ്പടി വെക്കുന്നതിന് മുമ്പേ നിരവധി സ്ഥലങ്ങളൊക്കെ കണ്ടെങ്കിലും അത് ഞങ്ങളുടെ സാമ്പത്തിക ശേഷിക്കുള്ളിൽ നിന്നിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കഴിവിനുള്ളിൽ ഇത് നിൽക്കുന്നതല്ല. ഞാൻ അതുകൊണ്ട് തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും വിട്ടുകൊടുത്ത് ഉടമ്പടിയിൽ വെച്ച് ഞാനത് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സ്വപ്നം കണ്ടു. അതായത് അമ്മ മാതാവും ഉണ്ണീശോയും മഴവില്ലിൽ വന്ന് നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എല്ലാ ദിവസവും ഞാൻ തുടർച്ചയായിട്ട് ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഈ സ്വപ്നം കണ്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ ജോസഫ് അച്ഛൻ ഉടമ്പടി മഴവില്ല് കാണുന്നത് മാതാവ് ഉടമ്പടി ഉറപ്പിക്കലാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരു ആശ്വാസം ഉണ്ടായി. എൻ്റെ എന്തെങ്കിലും ഒരു നിയോഗം നടക്കാനായിരിക്കുന്നു കണ്ടു. അപ്പോൾ പിന്നെ ആ ഒരു മാസം തന്നെ ഞാനൊരു വസ്തു കാണുകയും അതെൻ്റെ പേര് രജിസ്റ്റർ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ വസ്തു സംബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് അനുയോജ്യമായ രീതിയിൽ എൻ്റെ സാമ്പത്തിക ശേഷിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ആ വസ്തു കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് ഉടമ്പടി ഉപ്പ് വിതറിയിരുന്നു. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചതിലും വളരെ താഴ്ന്ന് എനിക്ക് എൻ്റെ സാമ്പത്തിക ശേഷിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ആ വസ്തു രജിസ്റ്റർ ചെയ്ത് തന്നു. അടുത്ത സാക്ഷ്യം, എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ പോലെ ഒരു തടിപ്പ് പോലെ വന്നിരുന്നു. അപ്പം ഞാൻ സർജനെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പം റേഡിയോളജിസ്റ്റ് സംതിങ് സീരിയസ് ആണ്, ഇതുടനെ റിമൂവ് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഞാൻ സർജനെ കണ്ടപ്പോൾ എനിക്ക് FNACക്ക് ഡേറ്റ് എഴുതി തന്നു. അപ്പം ഞാൻ അതിന് FNACക്ക് ഡേറ്റ് തന്ന അതിന് മുമ്പേ തന്നെ ഞാൻ അച്ഛൻ്റെ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഉടമ്പടി തൈലും ഉപ്പും സേവിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ തൊണ്ടയിലെ ആ തടിപ്പ് മാറി. FNAC ഡേറ്റിന് മുമ്പ് തന്നെ എൻ്റെ ആ തൊണ്ടയിലെ തടിപ്പ് മാറി. എന്തായാലും FNAC ഡേറ്റ് തന്ന ആ ഡേറ്റ് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇപ്പോൾ ആ തടിപ്പ് കാണാനില്ലല്ലോ, അതെന്താണ് ചോദിച്ചു. എന്തായാലും FNAC ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ FNAC ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമായിട്ടുള്ള ഒന്നും കണ്ടില്ല. എന്നാലും ഡോക്ടർ പറഞ്ഞു, ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്ക്, എന്താ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംതിങ് സീരിയസ് ആയിട്ടുള്ളൊരു മുഴയോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് കണ്ടു. പിന്നെ എനിക്ക് ഭവന നിർമ്മാണ ആവശ്യത്തിനായിട്ട് എൻ്റെ വസ്തുവിൽ കിണർ കുഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വാസ്തു സംബന്ധമായിട്ട് സ്ഥാനം കണ്ടപ്പോൾ ഞാനവിടെ ഉടമ്പടി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതറിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 7ാമത്തെ തൊടി വെട്ടി അന്ന് ഞാൻ കാശുരൂപം പിടിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്നെൻ്റെ കിണറിൻ്റെ 7ാമത്തെ തൊടി വെട്ടുന്ന ദിവസമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണ സമയം ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുമ്പ് എൻ്റെ കിണറ്റിൽ വെള്ളം കാണണേ അമ്മ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ പ്രാർത്ഥിച്ച ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ എൻ്റെ കോൺട്രാക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കിണറ്റിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ കിണറിൻ്റെ അതേ തൊട്ടപ്പുറത്തുള്ള ഭൂമിയിൽ അവർ കിണർ കുഴിച്ചപ്പോൾ അവിടെ പാറയും അത്യാവശ്യത്തിന് വെള്ളവും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ഞാൻ കിണറിൻ്റെ സ്ഥാനം കണ്ടപ്പോൾ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടു. ഇപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞത്, മറ്റുള്ള സമീപ പ്രദേശങ്ങളെല്ലാ കിണറ്റിലേക്കാളും വെള്ളം കൂടുതൽ കിടക്കുന്നത് നമ്മുടെ സ്ഥലത്ത് വെട്ടി ആ കിണറിനാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമായിരുന്നു. മറ്റുള്ളവർ എന്നെ എന്ത് പറഞ്ഞാലും അവരോട് തിരിച്ച് പറയാതെ എനിക്കൊരു സമാധാനം വരത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം, എന്തൊരു ശത്രുത സ്വഭാവമായിരുന്നു. എന്നോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പറയണം എന്നുള്ളൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് എൻ്റെ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ വന്നതാണ്. ഒരു ദിവസം ഞാൻ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉരുകി ഒരു പ്രാവിൻ്റെ രൂപത്തിലാകുന്നു. പിന്നെ എനിക്ക് 4 എന്ന് പറഞ്ഞു വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് നിയോഗത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 4 എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ഓർഡർ വരാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് വരുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊന്നും അല്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ ചിന്തിച്ച് എൻ്റെ ഫോണിൽ പരിശുദ്ധാത്മാവ് 4 എന്ന് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ വന്നത് പരിശുദ്ധാത്മാവിൻ്റെ 4ാമത്തെ ഫലമാണ് ക്ഷമ എന്നുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരിതില്ലായിരുന്നു. അത് മാതാവ് എനിക്ക് തന്ന എന്നോട് മുന്നറിയിപ്പാണ്, ക്ഷമിക്കൂ, എല്ലാം നിനക്ക് സാധ്യമാവുന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സ്വപ്നം കണ്ട് ഞാൻ ആ രീതിയിൽ എൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയപ്പോൾ തന്നെ എനിക്കെൻ്റെ പല വിധത്തിലുള്ള നിയോഗങ്ങളും എൻ്റെ സാധിച്ചു കിട്ടി.
ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പിന്നെ ബസ് സ്റ്റാൻഡുകളിലും അതേപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡുകളിലും എല്ലായിടത്തും വ്യക്തിപരമായിട്ടും എല്ലാം ഞാൻ കൃപാസന പത്രം ഷെയർ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കൂടാറുണ്ട്, അതെന്നും ഞാൻ സ്റ്റാറ്റസ് ആക്കാറുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഇനി എനിക്കറിയാവുന്ന കൂട്ടുകാരികളോടെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറയുകയും അവരെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദികൾ പറഞ്ഞ് ഞാനിവിടെ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു. ഉൽപ്പത്തി 15:1 അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അണിമ എന്ന ഈ അക്രൈസ്തവ മകൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഭൗതികമായ നന്മകൾക്കപ്പുറം മകളുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന വലിയൊരു വ്യത്യാസത്തിന് അമ്മ മാതാവ് മകളെ എങ്ങനെ നയിച്ചു സഹായിച്ചുവെന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. മകൾ സാക്ഷ്യം സമാപിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്, വല്ലാത്ത കോപപ്രകൃതി, എന്തിനും തിരിച്ചു പറയുന്ന രീതി, അത് മാറണമെന്ന് ഒരാലോചനയുണ്ട്. പക്ഷേ മാറാതെ നിൽക്കുന്ന പ്രകൃതമായിരുന്നു. അത് മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ മകൾക്ക് ലഭിച്ച സ്വപ്നമാണ് ഒരു പ്രാവും 4 എന്നൊരക്കവും. ആദ്യം മകൾ ആലോചിച്ചത് തൻ്റെയൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ 4 എന്ന തീയതിയിലും മാസത്തിലും എന്തെങ്കിലും ശരിയാകുമെന്നാണ്. പിന്നീട് പ്രാർത്ഥനയിൽ തന്നെ മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളം, പ്രതീകമാണ്. ആ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് 4 മകളെന്ന് ആലോചന ചെയ്യുമ്പോൾ ക്ഷമ എന്ന പുണ്യത്തെ കാണുകയും ചെയ്യുന്നു. ഓരോ ദർശനവും യഥാർത്ഥ ജീവിതത്തിൻ്റെ ഒരു പ്രതിച്ഛായയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മളെ അതങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യും. സ്വപ്നം യഥാർത്ഥ ജീവിതത്തിൻ്റെ പ്രതിച്ഛായയിലേക്ക് നമ്മളെ നയിക്കുന്നുവെന്ന്. നാം ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ച ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്, ഉടമ്പടിയിൽ നമ്മളെ അതിലേക്ക് നടക്കുവാൻ നമുക്ക് തീരുമാനമുള്ളവരാണെങ്കിൽ അതിലേക്ക് നയിക്കുന്ന വഴികൾ തുറന്നു തരും. മകൾക്ക് ആ ഒരു ഒറ്റ സ്വപ്ന ദർശനത്തിൽ ലഭിച്ച സന്ദേശത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തെയും ദൈവമത് ആഗ്രഹിക്കുന്നുവെന്നും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ വരുന്ന സമാധാനത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം ഞാൻ തിരുത്തുവാൻ തയ്യാറായപ്പോൾ ദൈവികമായ ഇടപെടലുകൾ, എനിക്ക് വസ്തു വാങ്ങുന്നതിന്, കിണർ കുത്തുമ്പോൾ അതിന് ജലം ലഭിക്കുന്നതിന്, അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മഴവില്ലിലൂടെ അത് സ്ഥിരീകരണം നൽകിക്കൊണ്ട് അതൊക്കെ അനുഗ്രഹമാകുന്നതിന് എന്നെ സഹായിക്കുന്നുവെന്ന്. ഉടമ്പടി നമ്മുടെ ആത്മാവിൻ്റെ വിശ്വസ്തതയിലാണ് അത് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായി തീരുന്നത്. നമുക്ക് ദൈവത്തോട് എളിമയുള്ള, സ്നേഹമുള്ള, സന്തോഷമുള്ള ഒരു ശരണപ്പെടൽ സാധിക്കുമെങ്കിൽ ഉടമ്പടിയിലെ ഏതൊരു നിയോഗത്തിനും സമയ ചുരുക്കത്തിലും നമ്മൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ കാണും വിധവും അനുഗ്രഹങ്ങളായി അവ മാറുന്നത് അനുഭവിക്കുവാനാവും. അതുകൊണ്ട് ഉടമ്പടി ദൈവകരം പിടിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലുള്ള ഒരു നല്ല ജീവിതയാത്രയാണ്. അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതൊക്കെയും സ്വർഗം കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കും. അമ്മ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു മഴവില്ല് കണ്ടപ്പോൾ ഉടമ്പടി ഉറപ്പിക്കുന്നതാണെന്ന് മകൾക്ക് മനസ്സിലായി. ഒരു പ്രാവിനെയും 4 നക്കത്തെയും കണ്ടപ്പോൾ തനിക്കുള്ള വ്യക്തമായ സന്ദേശമെന്ന് മനസ്സിലായി. അത് പിന്നീട് മകളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും വിധം തിരിച്ചറിയുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം അതിൻ്റെ ഏതൊരു ജീവിത വിഷയത്തെയും ശുഭകരമാക്കുവാനും ദൈവിക സംരക്ഷണമുള്ളതാക്കുവാനും പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.